ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോയാണ്. ദേവൂട്ടൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ദേവൂട്ടൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ദേഷ്യത്തിലാണ് എണീറ്റ് വന്നത്. ദേവു ഇടക്കിടക്ക് ഒരു ചുമയുണ്ട്. കുറച്ചു നേരം കരച്ചില്ല, കാരണം ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്ത് ഇച്ചിരി നേരം നടക്കാമെന്ന് പറഞ്ഞ് വന്നാണ് കേട്ടോ. എല്ലാവരും അടുക്കളയിലൊക്കെ പണിയിലാണ് രാവിലെ, ഞങ്ങൾ മാത്രമേ ഇവിടെ പൊക്കത്തി നിൽക്കണം. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡിനൊന്നും ജോലിയില്ലാതെ, വേദൂസിന് സ്കൂള് തുറന്നിട്ടില്ല. അപ്പം അത് കാരണം പിന്നെ താമസിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയാലും കുഴപ്പമില്ല. അവിടെ കിടത്തിയിട്ട് ചെയ്യാമെന്ന് വെച്ചെന്നാൽ അവൻ കരയണം. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ എടുത്തിട്ട് പോകുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ വോക്കറിൽ കൊണ്ട് ഇരുത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അല്ലേ. ഹായ് പറയുക, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞ. ഇവിടെ 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 നോക്ക്. എല്ലാവരും രാവിലെ എണീറ്റ് തുണിയൊക്കെ കുറേ കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട്. മഴയൊക്കെ ഇപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെയിലുണ്ട്. അതിന് മുന്നേ നല്ല മഴയായിരുന്നു, കാരണം എല്ലാവരും ഒത്തിരി തുണിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് വെയിൽ കണ്ടപ്പോഴത്തേനും. റോട്ടിലൊന്നും ആരും കാണില്ല കേട്ടോ, രാവിലെ ആയതല്ലേ ഉള്ളൂ, കാരണം ആരുമില്ല. ആൾ ഉറക്കാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കിടക്കില്ലെങ്കിൽ പെട്ടെന്ന് എണീക്കും. അപ്പോൾ നമുക്ക് വേഗം അടുക്കളയിലെ പണിയൊക്കെ നോക്കാം. ഇവിടെ ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഇത് പഞ്ഞിപ്പുല്ല് വെള്ളത്തിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവൻ എണീക്കുമ്പോഴത്തേനും കുറുക്കി കൊടുക്കണം. പിന്നെന്താ ചെറുപയറാണ്, അപ്പോൾ അത് പുഴുങ്ങിയിട്ട് ഇന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അത് പുഴുങ്ങി തേങ്ങയൊക്കെ ചിരണ്ടിട്ടിട്ട് കഴിക്കണം. എളുപ്പത്തിലുള്ള പരിപാടിയൊക്കെ രാവിലെ നോക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേനും പിന്നെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ആരാണ് വന്നിരിക്കണം? നല്ല ദേവൂട്ടൻ്റെ വീട് പെട്ടെന്ന് ഉറങ്ങി എണീറ്റിട്ട് ഇവിടെ വന്നിരിക്കുന്നല്ലേ. താഴെട്ട് വാ, ഇങ്ങോട്ട് വാ, 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 ഇങ്ങോട്ട് വാ, വാ, ഓടി വാ. വാ, ഈ ഷീറ്റ് വായി വെക്കല്ലേ. ഞാനിവിടെ കൊണ്ടൊക്കെ കിടത്തി വേണ്ട. വേദൂസിൻ്റെ കൂടെ ഇവിടെ കിടന്നു. ഞാൻ അവിടെ നിന്ന് ഒരു പണിയും ചെയ്യിപ്പിക്കണില്ല, കാരണം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. വോക്കറയിലിരുന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ഉന്തിയിട്ട് എല്ലായിടത്തായിട്ട് ഓടി വന്ന് പാത്രമൊക്കെ പെറുക്കണോണ്ട് കുറച്ച് നേരം ഇവിടെ കൊണ്ട് കിടത്തി. അവൾ നോക്കിക്കോളൂ. ടാറ്റാ ടാറ്റാ, ചേച്ചിയുടെ അടുത്ത് കിടന്നു കേട്ടാ. 2 ദിവസം മഴ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇതാ വീണ്ടും മഴ തുടങ്ങി. മഴ ഇല്ലാതിരുന്നതായിരുന്നു, പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആൾക്കാർ തുണിയിട്ടിട്ട് എടുത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ കൊണ്ടുവന്നിട്ടതാണ്. രാവിലെ ഇത്തിരി വെയിൽ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് മഴ പെയ്തു.
അപ്പോൾ ആ ദേവൂട്ടന് പഞ്ഞിപ്പുല്ല് വെള്ളത്തിട്ടത് അരച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പനങ്കൽക്കണ്ടം ചേർത്ത് കുറുക്കിയാണ് കൊടുക്കുന്നത്. ചിലര് ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ പൊടിയാണ് കൊടുക്കണം. പക്ഷെ അത്രയും ഉണക്കി പൊടിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഇതുപോലെ കുറച്ചിച്ച വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ദാ വേദക്കുട്ടനുള്ള കുറുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ അവന് വിശക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കുറുക്കിനുള്ളതും വെച്ചിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിൽ പയറും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പണിയൊക്കെ തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ ദാ ഗ്യാസ് തീർന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് ഗ്യാസും കുറ്റിയൊക്കെ മാറ്റി വെച്ച്. എന്തായാലും നിറകുറ്റി വേറെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ പണിയൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ ഗ്യാസും കുറ്റിയെല്ലാം മാറ്റി പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുത്ത് ഞാൻ. നമുക്ക് 2 കുറ്റിയുള്ള കാരണം പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ നാട്ടിലൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഗ്യാസും കുറ്റിയുടെതൊക്കെ മാറ്റിയിട്ട് പൈപ്പ് ലൈൻ ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊന്നും അത് അങ്ങനെ വന്നിട്ടില്ല. കുറച്ചും കൂടെ സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ മിക്ക സ്ഥലത്തൊക്കെ പൈപ്പിൻ്റെ ഇത് തന്നെയാണ് ഗ്യാസിലുള്ളത്. ഇപ്പോൾ കുറ്റിയൊക്കെ അങ്ങനെ ഒഴിവാക്കി വരുവാണ് എല്ലായിടത്തും. നാട്ടിലാണെങ്കിലൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ സ്ഥലത്തേക്കൊക്കെ ചെയ്ത് വരുമായിരിക്കും. അങ്ങനെ ഗ്യാസൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വേഗം ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ദാ ദേവൂട്ടന് കുറുക്കൊക്കെ കൊടുക്കാൻ പോയാണ്. അത് ചൂടാണ്, അത് ആറാഞ്ഞിട്ടാണ് അവൻ കിടന്ന് അലമ്പെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ചൂടോടെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അത് കാരണം തണുക്കാൻ വേണ്ടി ഞാനവിടെ വെച്ചിരിക്കുവാണ്. അപ്പോൾ വിശക്കാതെ നമ്മൾ പാലൊക്കെ കൊടുത്താലും ചിലപ്പോൾ കഴിക്കില്ല. കാരണം ഞാൻ പാൽ കൊടുത്തിട്ടില്ല. കുറുക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുറുക്ക് കഴിക്കില്ല വിശപ്പ് കിട്ടാൽ. അവിടെ വേദൂസ് മൊബൈലിൽ പാട്ട് വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതാണ് ഇരുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് അവന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ആടണുണ്ട്. വേദക്കുട്ടി ഡാൻസ് കളിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഡാൻസ് കളിക്കുമ്പോഴല്ലേ വെറുതെ എന്തെങ്കിലുമൊക്കെ കോമാളി കാണിച്ചാലൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ദിവസം ഇതാ രാവിലത്തെ പയർ കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ച് എടുത്തുള്ളൂ. അവൾ ചോക്കോസും പാലും മതിയെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ കാരണം കുറച്ച് പയർ കഴിക്കുകയും. രാവിലെ തന്നെ ഈ ചോക്കോസ് നല്ലതാണെന്നും പറഞ്ഞാണ് അവൾ കഴിക്കണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെ അത് കഴിക്കേണ്ട, പയർ കഴിക്കി, പിന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അത് പാലിലിട്ട് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞ കാരണം കുറച്ച് പയറെടുത്ത് കഴിക്കുകയും. ആ ചോക്കോസ് അവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാലിലിട്ട് കഴിക്കാൻ. ഇടയ്ക്കൊക്കെ വാങ്ങലുള്ളൂ, എപ്പോഴും വാങ്ങില്ല കേട്ടോ, ഇടയ്ക്ക് വാങ്ങി കൊടുക്കും. നമുക്ക് തുണിയൊക്കെ മടക്കാനുണ്ട്, പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം. കുഞ്ഞുള്ളത് കാരണം എന്തോരം വൃത്തിയാക്കിയാലും പെട്ടെന്നൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തികേടൊക്കെ ആകും. എന്നാലും ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് പായും ഇത് തുണി ഞാൻ പിന്നെ ബാൽക്കണിയിൽ നിന്ന് എടുത്തേണ്ടി വന്ന് ഇട്ടതാണ്. ഇപ്പോൾ മഴ പൊടിഞ്ഞ കാരണം ഇനി അടുത്ത് അലക്കിയത് വിരിക്കേണ്ട. അപ്പോൾ അത് കാരണം ഞാൻ ഉണങ്ങിയത് എടുത്തണം. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ഇവിടെ വന്ന് പെട്ടെന്ന് ക്ലീനാക്കി ഇടാം. അവനിപ്പോൾ തന്നെ എഴുന്നേക്കും, അപ്പോൾ അതിന് മുന്നേ വേഗം ചെയ്യാം.
ഇതാ വേദിക്കുട്ടിയുടെ പുതിയ ബാഗാണ് കേട്ടോ, സ്കൂൾ ബാഗ് പുതിയത് വാങ്ങിച്ചതാണ്. ഇത് നല്ല ബാഗാണ് കേട്ടോ, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിന് 1 ഇയർ വാറൻറ്റി ഉണ്ട് കേട്ടോ, കാരണം കുഴപ്പമില്ല. നമ്മളിവിടെ ഈ പലചരക്ക് സാധനങ്ങളെല്ലാം കൂടെ എടുക്കാൻ ഡിമാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴത്തേനും സ്കൂൾ ബാഗും എല്ലാം ഉണ്ട് അവിടെ. ഡ്രസ്സ്, ബാഗ്, പിന്നെ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ട സാധനങ്ങൾ അതെല്ലാം കൂടെ നമ്മൾ വാങ്ങാൻ പോയപ്പോഴത്തേനും ബാഗ് എടുത്തതാണ്. പിന്നെ വേറെ ടൈപ്പ് ലാപ്ടോപ്പ് ബാഗ്, അങ്ങനെ കുറേ ടൈപ്പ് ബാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേദുവിന് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം 1 വർഷത്തേക്കേ കാണുള്ളൂ ഒരു ബാഗ്, എന്നാലും പിന്നെ 1 ഇയർ വാറൻറ്റി ഉള്ളതുകൊണ്ട് വല്ല സിബ് വിട്ടാലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് റെഡിയാക്കി തരും. കുഴപ്പമില്ലാത്ത ബാഗാണ് കേട്ടോ. അപ്പോൾ ബാഗും പിന്നെ ബോക്സ്, വാട്ടർ ബോട്ടിൽ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച സ്കൂൾ തുറക്കും, ജൂൺ 5-ാം തീയതി വേഗം സ്കൂൾ തുടങ്ങും. അപ്പോൾ എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിങ്ങനെ യൂണിഫോം എടുക്കണം. ഇപ്രാവശ്യം യൂണിഫോമിന് മാറ്റമുണ്ട്, അപ്പോൾ യൂണിഫോം എടുക്കണം ഈ ദിവസം. മഴ പൊടിയുന്നുണ്ട് ചെറുതായിട്ട്. അയ്യോ, തുണി ഇടാന്നും പറഞ്ഞപ്പോൾ വേണ്ട, വെള്ളമായി മഴ പൊടിയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തുണി ഇടായിരുന്നു. എല്ലായിടം വെള്ളമാണ്. അവിടെയൊക്കെ അറ്റത്തെ സൈഡിലൊക്കെ ചിലപ്പോൾ സ്ലിപ്പാവും. നമ്മളിവിടെയാണ് കൂടുതൽ ഇടാറ്. ആ സൈഡിലൊരഴയുണ്ട്, ചിലപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം വീഴുമ്പോഴത്തേനും സ്ലിപ്പാവാറുണ്ട്. മഴക്കാർ ചെറുതായിട്ടുണ്ട്. തുണിയെല്ലാം വിരിച്ചിട്ട് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. കാലില്ലെങ്കിൽ സ്ലിപ്പായിട്ട് നമ്മൾ താഴെ പോവും. ഇവിടെ മഴ പെയ്തിട്ട് പടിമേലെ നിന്നിട്ട് വെള്ളം ഒഴുകാതിരിക്കാൻ അവിടെ തുണിയൊക്കെ വെച്ചിരിക്കുന്നു. ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ദേവൂട്ടന് ഇന്ന് ഉച്ചയ്ക്ക് പയറാണ് കൊടുത്തത്, ചെറുപയർ വേവിച്ചാണ് കൊടുത്തത്. ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞിയും പയറും കൂടെ മിക്സാക്കി അങ്ങനെ കൊടുക്കും. ഇന്നിപ്പോൾ ചെറുപയർ മാത്രമാണ് കൊടുത്തത്, കുറച്ചേ അവൻ കഴിച്ചുള്ളൂ. പിന്നെ മത്തങ്ങ അത് വേവിച്ച് കൊടുത്താൽ ഇഷ്ടമാണ്. അത് ആവിയിലല്ല, സാധാരണ കുക്കറിൽ വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കും. ബാക്കി നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ വേവിച്ചിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചാണ് കൊടുക്കാറ്. പക്ഷെ അങ്ങനെ കുറുക്ക് പോലെ കഞ്ഞിയാക്കുമ്പോൾ അവനങ്ങ് കുടിക്കണില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ വേവിച്ച് ഉടച്ചാണ് കൊടുക്കണമെങ്കിൽ പിന്നെയും കുറച്ച് കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കണം. കുറച്ചൊക്കെ കഴിച്ച്, എന്നാലും കുറുക്കാണ് ഇത്രയും കൂടെ ഇഷ്ടം. ബാക്കിയുള്ള ഫുഡിനേലും കുറുക്കാകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ കഴിച്ചോളൂ. അപ്പോൾ അതാ അവിടെ കിടന്ന് കളിക്കുക. അപ്പോൾ എന്താ കുറച്ച് പയറൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ കിടന്ന് കളിക്കുവാണ്. ദിവസം അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ്. ഇനി അവർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ കഴിക്കാൻ. അവനെ ഇവിടെ കിടത്തിയാലും ആളിങ്ങനെ മറിഞ്ഞ് പോകും. അപ്പോൾ അത് കാരണം ഒരാൾ ഇരിക്കേണ്ടി വരും. ഇതൊക്കെ നല്ലപോലെ കഴുകിയിട്ടാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്ത് കിട്ടിയാലും ഇങ്ങനെ വായിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഒന്നും വേദുവിൻ്റെ പെൻസിലോ റബ്ബറോ ഒന്നും ഇവിടെ ഒന്നും ഇടിക്കാറും ഇല്ല. അവനിങ്ങനെ വായിൽ വെക്കണോണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലപോലെ കഴുകിയിട്ടാണ് കൊടുക്കണ്ട. ഉടനെ ഉടുപ്പ് വായിച്ച് എന്നാ. അപ്പോൾ ഇതാ വൈകിട്ടൊരു 7 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ. അപ്പോൾ ദേവൂട്ടിന് ചെറുതായിട്ടൊരു ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന് കുറച്ച് ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മരുന്ന് കൊടുത്ത് 5 ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പം ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ പാരസെറ്റാമോളിൻ്റെ സിറപ്പ് കൊടുത്തിട്ട് ഉറങ്ങിയ ആൾ. ചൂട് ഇതുവരെ അങ്ങനെ ജനിച്ചിട്ട് ചൂടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ചൂട് വരണത്. അതുകൊണ്ട് അങ്ങനെ കരഞ്ഞ പോലെ ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങി. ഇപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. കുറവില്ലെങ്കിൽ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോകണം. ഇപ്പോൾ ദേവൂട്ടിന് കുറച്ച് തലയൊക്കെ വിയർത്ത കാരണം ഒരാശ്വാസമുണ്ട്. ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ നല്ലപോലെ വിയർത്ത കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് അവനെ കാണിക്കുന്ന ഡോക്ടറും ഇല്ല. എന്നാലും നമ്മൾ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി ചൂടുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കണം. ദിവസം ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. 8 മണിയാവാൻ പോണു. ദിവസം അവിടെ കുറേ കാർഡ്ബോർഡൊക്കെ വെട്ടിയിട്ട് എന്തൊക്കെയോ ഒട്ടിക്കലും ഇതൊക്കെ ആയിരുന്നു. കാരണം ഇപ്പോൾ വന്നിട്ട് ചായ കുടിക്കണം.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ തന്നെ ആ ഫുഡ് തന്നെ വൈകിട്ടും കഴിക്കും. വേറെ അങ്ങനെ സെപ്പറേറ്റ് കറിയൊന്നും അങ്ങനെ വെക്കാറില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് തന്നെയാണ് വൈകുന്നേരവും കഴിക്കാറ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.